വാർത്തകൾ തുടരുന്നു. കരുളായി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം സമാപിച്ചു. 4 ദിവസം നീണ്ടുനിന്ന കായിക മത്സരം KMHSS മൈതാനത്തും കലാമേള പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലുമാണ് നടന്നത്. 24, 25, 26, 27 തീയതികളിലാണ് കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ കായിക കലാമേള നടന്നത്. പഞ്ചായത്തിലെ പ്രമുഖമായ 17 ക്ലബ്ബുകളാണ് മേളയിൽ പങ്കെടുത്തത്. കേരളോത്സവത്തിന്റെ സമാപന യോഗത്തിൽ പ്രസിഡന്റ് നഫീസ റഷീദ്, മെമ്പർമാരായ നാസർ, TP സിദ്ദിഖ്, അലി അക്ബർ, സുന്ദരൻ, ഷെരീഫ്, അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ വകുപ്പും നടത്തുന്ന കേരളോത്സവം 2011 ചന്തക്കുന്ന് ആസാദ് ഗ്രൗണ്ടിൽ തുടക്കമായി. ഫുട്ബോൾ മത്സരത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. ഈ പ്രദേശത്തെ നല്ലവരായിരിക്കുന്ന നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ നടത്തിയതുപോലെ തന്നെ ആസാദ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് കേരളോത്സവത്തിന് ഫുട്ബോൾ മത്സരത്തോടെ ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ഇതേ ദിവസം തന്നെ മാനവേദൻ ഹൈസ്കൂളിൽ വെച്ചുകൊണ്ട് ക്രിക്കറ്റ് മത്സരങ്ങളും നടക്കുകയാണ്. പരിപാടി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ PK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ക്രിക്കറ്റ് മത്സരം മാനവേദൻ സ്കൂളിൽ നടന്നു. അത്ലറ്റിക് മത്സരം 30-ന് മാനവേദനിൽ നടക്കും. ഡിസംബർ 2-ന് കലാമത്സരങ്ങൾ നിലമ്പൂർ മോഡൽ UP സ്കൂളിൽ നടക്കും. ചടങ്ങിൽ യുവ കോർഡിനേറ്റർ ഷാജഹാൻ പായമ്പാടം, K സമീർ, കമാൽ, T അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. പാലാമഠം അൻസാറുൽ ഇസ്ലാം സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും ഏകദിന പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടി അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് കുഞ്ഞാണി ഹാജി ഉദ്ഘാടനം ചെയ്തു. ചരിത്രങ്ങളൊക്കെ ഒന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു അൻഹ ജദ്ദയിൽ വന്ന കാലുകുത്തി എന്ന് ചരിത്രങ്ങൾ അനുമാനിക്കുമ്പോൾ ശിവന്റെ പത്നിയായ പാർവതി, പർവ്വതത്തിൽ നിന്ന് ഉടലെടുത്ത പാർവതി, വലിയ സത്യം. ആദമിന്റെ മക്കൾ രാമനും പത്രോസും മുഹമ്മദും ഒക്കെ മതവിദ്വേഷങ്ങളില്ലാതെ തന്റെ രാജ്യത്തിനും തന്റെ ജനതയുടെയും ഭദ്രതയ്ക്ക് വേണ്ടിയും താൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും. ബ്ലോക്ക് മെമ്പർ മൂജിക്കൽ സുബൈർ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം നിംസ് ഹോസ്പിറ്റൽ MD ഹുസൈൻ കോയ തങ്ങൾ നിർവഹിച്ചു. നൂറുദ്ദീൻ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. ഉമർ മാസ്റ്റർ കരുവാരകുണ്ട് ക്ലാസ് എടുത്തു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ആശംസകൾ നേർന്നു. ശങ്കരാശ്രമം മഠാധിപതിയുടെ ആശംസാക്കുറിപ്പ് ചടങ്ങിൽ വായിച്ചു. പരിപാടിക്ക് CT ബഷീർ, സക്കീർ ഹുസൈൻ, അനിൽകുമാർ, രാജേഷ്, റഫീഖ്, നൌഷാദ്, ഉണ്ണികൃഷ്ണൻ, റമീസ് എന്നിവർ നേതൃത്വം നൽകി. മമ്പാട്ടുമൂല താൾക്കണ്ടി അയ്യപ്പ ഭജന മഠത്തിന്റെ 9ാം വാർഷികം നാളെ നടക്കും. വിവിധ പരിപാടികളോടെയാണ് ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. 9ാമത്തെ വർഷമാണ് തുടങ്ങിയത്. ഒരു ഓലഷഡിലൊക്കെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അവിടെ നിന്നിട്ട് ഓരോ വർഷം ഞങ്ങളിങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങൾ ഈ നടപ്പന്തൽ ഇട്ടത്. ഈ പ്രാവശ്യം തട്ടമുറ്റത്തൊക്കെ വിരിച്ചു. അങ്ങനെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത് ഇത്രയും വിജയിക്കാൻ സാധിച്ചത്. ജനങ്ങളുടെ ഒരു ഒരുമ, ശക്തി, പിന്നെ ഇവിടുത്തെ അയ്യപ്പ ഭഗവാന്റെ ഒരു ചൈതന്യം കൂടി അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയും പുരോഗതി കൈവരിക്കാൻ ഇത്രയും നാൾക്ക് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞത്. അയ്യപ്പ ഭജനമഠത്തിന്റെ 9ാം വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. നാളെ ഉഷപൂജ, ഉച്ചപൂജ, വിശേഷാൽ പൂജ, ദീപാരാധന, ഭജന, ദേവകി ടീച്ചർ, കുഞ്ഞിരാമൻ എന്നിവരുടെ ഭക്തി പ്രഭാഷണം, ഐലാശ്ശേരി മുദീരി വാസുവിന്റെയും സംഘത്തിന്റെയും കാണിപ്പാട്ട് എന്നിവയും നടക്കും. മൂത്തേടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കാട് മൂടിയ പ്രദേശം DYFI SFI മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് PK വാസുദേവൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. P രായിൻ, VK ഷാനവാസ്, EP ബിജു, CK ബിൻഷാദ്, V രാഘവൻ, S ഷിബു, CK സാജിദ് ബാബു, ഷബീർ ചമ്മന്തിട്ട, സലാഹുദ്ദീൻ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ ജനസമ്പർക്ക പരിപാടി വിജയകരമായി നടത്തിയതിനെ തുടർന്ന് നാളെ 10:30-ന് ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും മാധ്യമ പ്രവർത്തകരുടെയും കൂട്ടായ്മ കലക്ട്രേറ്റ് ഹാളിൽ ചേരും. എല്ലാ മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് ജില്ലാ കലക്ടർ MC മോഹൻദാസ് അറിയിച്ചു.
പാഠപുസ്തകങ്ങൾക്ക് ഓർഡർ നൽകുന്നതിന് ഓൺലൈൻ ഇന്ത്യൻ സംവിധാനം ഏർപ്പെടുത്തിയതായി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂൾ അധികൃതരും പുസ്തകങ്ങളുടെ ക്ലാസ്, ഇനം എന്നിവ തിരിച്ച് ഓർഡർ നൽകണം. അവസാന തീയതി ഡിസംബർ 10. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുമായി സഹകരിച്ച് നെഹ്റു യുവകേന്ദ്ര കുട്ടികൾക്കുള്ള സിനിമകൾ സൗജന്യമായി പ്രദർശിപ്പിക്കും. താൽപ്പര്യമുള്ള വിദ്യാലയ അധികൃതർ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ, നെഹ്റു യുവകേന്ദ്ര, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0482734848. മറ്റൊരു നമ്പർ 9809705045. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണം ഗ്രാമിന് 2660 രൂപ, പവന് 21,280 രൂപ, വെള്ളി ഗ്രാമിന് 57 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ഏരിയ സമ്മേളനങ്ങൾ സമാപിച്ചു. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ്. ഔദ്യോഗിക പാനലിനെതിരെ 5 പേർ മത്സരിച്ചു. വിമതൻ KP വിനോദിന് വിജയം. ഏരിയ സെക്രട്ടറിയായി PT ഉമ്മർ തുടരും. വണ്ടൂർ ഏരിയ സെക്രട്ടറിയായി P രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. അവഗണനയിൽ കഴിയുന്ന അറവുശാലയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്ത്. കരുളായി മൈലമ്പാറ അറവുശാല സംഘം സന്ദർശിച്ചു. പാലാമഠം അൻസാറുൽ ഇസ്ലാം സംഘം ഏകദിന പഠന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. സംഘത്തിന്റെ മാതൃകാ പരിപാടികൾ നാടിനാശ്വാസം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.